ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞങ്ങള് ചെറുക്കം വീട്ടുകാർക്കും ചില കടമകളൊക്കെ ഉണ്ടല്ലോ. 5-ാം മാസം വയറ് കാണൽ ചടങ്ങ്, 7-ാം മാസം വിളിച്ചു കൊണ്ടുപോകൽ, പിന്നെ പ്രസവം കഴിഞ്ഞ് 56 ദിവസം കഴിയുമ്പോ അമ്മയും കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടാക്കും. സച്ചിക്കറിയോ, ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച, അതിലേറെ സ്വപ്നം കാണാൻ കൊതിച്ച ഒരു നിമിഷമാണിത്. അച്ചു എനിക്കൊരു കൂടപ്പിറപ്പ് മാത്രമായിരുന്നില്ല, എൻ്റെ മകള് തന്നെയായിരുന്നു. എൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ചു വെച്ച് തുടങ്ങിയ അവളുടെ ബാല്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവൾ വളർന്നു വരുന്ന ഓരോ നാളിലും അവളുടെ ജീവിതം മനോഹരമാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അവളുടെ ഭാവിയെപ്പറ്റിയായിരുന്നു ചിന്ത. വിവാഹിതയെ അവൾ ഭർത്താവിൻ്റെ കൈപിടിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങുന്ന ആ സുന്ദര മുഹൂർത്തമായിരുന്നു മനസ്സ് നിറയെ. അപ്പോഴൊക്കെ മനസ്സ് പെടഞ്ഞത് അവളുടെ ഭാവിയെപ്പറ്റി ഓർത്ത് മാത്രമായിരുന്നു. ദൈവം അവിടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. ജീവന തുല്യം അവളെ സ്നേഹിക്കുന്ന നിന്നെ ഞങ്ങൾക്ക് നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. സ്വപ്നങ്ങൾ സഫലമായതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ, അതിനെ കൊഞ്ചിക്കാൻ, ലാളിക്കാൻ. ആ കാത്തിരിപ്പ് അതൊരു സുഖമായിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പ് നീണ്ടുപോയപ്പോൾ പ്രതീക്ഷകൾ തെറ്റുമെന്നുള്ള ഭയമായിരുന്നു മനസ്സ് നിറയെ. എൻ്റെ ഓരോ ദിവസവും പുഞ്ചിരികൾ കൊണ്ട് നിറച്ചിരുന്ന എൻ്റെ അച്ഛമോളെ പിന്നീട് കാണാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം സങ്കടം കൊണ്ട് ഏത് നിമിഷവും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന എൻ്റെ അച്ഛമോളെ കാണാൻ എന്തു അവളെ ആശ്വസിപ്പിക്കുന്നോർത്ത്. നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാത്തതിൻ്റെ സങ്കടമായിരുന്നു പിന്നീടുള്ള എൻ്റെ ഓരോ ദിവസത്തെയും തകർത്തിരുന്നത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെന്നൈയിലേക്ക് പോയി യാത്ര പുറപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളുടെ തുടക്കമായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ സ്വപ്നങ്ങളെ താർത്തുകൊണ്ട് അവൻ്റെ ആ വാർത്ത പുറത്തുവിട്ടു. എൻ്റെ അച്ഛമ്മോക്ക് ഒരിക്കലും ഒരമ്മയാവാൻ സാധിക്കില്ല എന്നുള്ള സത്യം. ആ നിമിഷം ഹൃദയം തകർന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതാ. എല്ലാം തകർന്ന് പൊട്ടിക്കരഞ്ഞു നിന്ന എൻ്റെ അച്ഛമോളെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മനസ്സുകൊണ്ട് ഒരു നിമിഷം വെറുക്കുകയും ശപിക്കുകയൊക്കെ ചെയ്തുപോയി. ഒരു വാക്കുകൊണ്ട് പോലും എനിക്കന്ന് എൻ്റെ അച്ഛമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമായിരുന്നു ഞാൻ. അവിടെയും സച്ചി എന്നെ ഞെട്ടിച്ചു. അന്ന് അച്ഛനെ നീ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. അവളെ നീ കൈവിട്ടില്ല. നിന്നോട് അന്ന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അനുവേട്ട, ഞാൻ സ്നേഹിച്ചത് അർച്ചനയാ. ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അർച്ചനയ്ക്ക് അതിന് സാധിക്കില്ലെന്ന് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അർച്ചനെക്കുറിച്ച് ഓർത്തായിരുന്നു എൻ്റെ സങ്കടം മുഴുവൻ. അവളെ കൈവിടാനല്ല, എൻ്റെ ജീവന്റെ പാതിയായി ചേർത്ത് നിർത്താനാ ഇപ്പോഴും എൻ്റെ ശ്രമം.
ദൈവം കൈവിടില്ലെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നും അവൾക്ക് പ്രതീക്ഷകൾ നൽകി സച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ശിവരാമന്റെ കുഞ്ഞുമായി അവളവിടെ കയറി വന്നപ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കണ്ട് നീ അവൾക്കൊപ്പം നിന്നു. ആ വാർത്തയറിഞ്ഞ് ഞാനിവിടെ കയറി വന്നപ്പോൾ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്നറിയാൻ ചങ്കിടിപ്പോടെ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ അച്ഛമ്മോളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് ആരുടേതാണെന്ന്? അത് അമ്മ. ആരുടേതായാലും ശരി, അതിന് അനൂപിന്റെ കയ്യിലേക്ക് കൊടുക്ക്. ഇതാ അനുപേട്ട, ഇന്ന് അമ്മയോടൊപ്പം അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ തേടിയെത്തി. പിന്നെ അച്ഛനെ കൂട്ടാൻ പോലും കാത്തുനിന്നില്ല. അച്ഛനെ കാണാനുള്ള ഓട്ടമായിരുന്നു. അവളുടെ സ്വപ്നം പോവാണെന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സച്ചേട്ടൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് അവളുടെ ആഗ്രഹം ദൈവം കേട്ടു. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ എന്താ പറയണമെന്നറിയില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയും സന്തോഷിക്കുന്ന ഒരു നിമിഷം കിട്ടിയപ്പോ നിങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സങ്കടപ്പെടുവാണോ? അനൂപേട്ടാ, എന്താ ഇത്? നമുക്കിതൊക്കെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കണ്ടേ? എന്താ വേണ്ടേ? വേണം സന്ദീപേ, വേണം. എനിക്ക് ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ഓരോ നിമിഷവും ഉത്സവമാണ്. എന്നാ പിന്നെ നമ്മൾ തുടങ്ങുമല്ലോ അനുപേട്ടാ. ആ പിന്നെ സേതുട്ടാ, ആദ്യത്തെ പ്രസവമാണ്. അത് പെൺവീട്ടുകാരുടെ അവകാശമാണ് അല്ലേടാ? ഏയ്, അവകാശങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ആ പക്ഷേ ഞങ്ങള് ചെറുക്കം വീട്ടുകാർക്കും ചില കടമകളൊക്കെ ഉണ്ടല്ലോ. 5-ാം മാസം വയറ് കാണൽ ചടങ്ങ്, 7-ാം മാസം വിളിച്ചു കൊണ്ടുപോകൽ, പിന്നെ പ്രസവം കഴിഞ്ഞ് 56 ദിവസം കഴിയുമ്പോ അമ്മയും കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടാക്കും.